ഇപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് പോകുന്ന സ്ഥലം റിയാദിൽ ബദിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെയാണ്. നമ്മൾ താമസിക്കുന്നതിൻ്റെ ഒരു 4-5 കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോൾ ഈ കാണുന്ന ആ, ഒരു താഴ്വര പോലെ കാണുന്ന ഈ ഒരു സ്ഥലം. ഭയങ്കര പച്ചപ്പും അതുപോലെ തന്നെ ഒരു ചെറിയ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കണ്ടമാനം വെള്ളം വന്ന് കയറി കാണാൻ ശരിക്കും പെട്ടെന്നൊരു നാടിൻ്റെ ഒക്കെ ലുക്ക് ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കാര്യം അത്രയ്ക്കും വൃക്ഷങ്ങളും അതുപോലെ ചെറിയ ഒരു ഇതിൻ്റെ നടുക്കൂടെ ഒരു അരുവിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഭയങ്കര രസമാണ് ഈ ഒരു റൂട്ട്. ഇതിനടുത്ത് തന്നെ ഒരു ഡാമൊക്കെ ഉണ്ട്. കൂടുതലും ആൾക്കാർ ഇവിടെ ഇതിൻ്റെ പരിസരത്തുള്ള ആൾക്കാരെല്ലാം ഈവനിങ് ടൈം വന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരു വളരെ ഔട്ടിംഗ് പ്ലേസ് കൂടിയാണ് ഇത്. ഇതിന് വാദി ഹനീഫ എന്ന് പൊതുവെ ഈ ഏരിയയെ വിളിക്കും. വാദി ഹനീഫയാണ് ഈ ഏരിയ. അതിങ്ങനെ നീണ്ടു നിവർന്ന് 10-20 കിലോമീറ്റർ ചുറ്റളവിൽ അതിങ്ങനെ കിടക്കുകയാണ്. ഇവിടെ വൺ വേ ആണ് മോസ്റ്റ്ലി. മിക്കവാറും തിരക്കുള്ള ഒരു ഏരിയ ആണ്. നമ്മളിതുവഴി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ പോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരുന്ന ഒരു റോഡൊക്കെ ഇവിടെ ഉണ്ട്. ഡബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. ചെറിയ നാരോ റോഡുകളൊക്കെ ആയിട്ട്. കുറച്ച് ഫുട്ബോൾ സ്റ്റേഡിയവും ഇതിനടുത്ത് തന്നെ ഒരു കുതിര ആലയം, ഈ ഇക്വസ്ട്രിയൻ ക്ലബ്ബും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനടുത്ത് ഇതിൻ്റെ സൈഡിൽ തന്നെ പാലസുകളുണ്ട്. അങ്ങനെ ഇതിനകത്ത് കാണുമ്പോൾ അറിയാം മുഴുവൻ മരങ്ങളും അതുപോലെ പച്ചപ്പൊക്കെ ആയിട്ട് മരുഭൂമിക്കുള്ളിൽ ഇങ്ങനൊരു സ്ഥലമെന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താ അതിന് പറയുക, ഇപ്പം നോർമലി കംപ്ലീറ്റ് മരങ്ങളും അതൊന്നും ഇല്ലാത്തൊരു പ്ലേസും ഒരു നല്ല ഇങ്ങനെ ഭയങ്കരമായിട്ട് മരങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചാണേലും ഒക്കെ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലവും കൂടെ വരുന്നത് ഒരു പ്രത്യേകമായിട്ട് നമുക്കൊരു നല്ല ഒരു ഇതുവരെ സഞ്ചരിക്കാൻ എപ്പോഴും തോന്നും. ഇപ്പോൾ ഇത്രയും ചൂടുള്ള ഒരു സമയത്ത് ഭയങ്കര ചൂടാണിപ്പോൾ. ആ സമയത്തും കണ്ടില്ല ഇവിടെ എല്ലാം പുല്ലുമൊക്കെ ആയിട്ട് നിൽക്കാൻ കാര്യം വെച്ചാൽ ഇതുവഴി ഒരു അരുവിയൊക്കെ പോകുന്നുണ്ട്. അതൊരു ആർട്ടിഫിഷ്യൽ അരുവിയാണ്. എത്രയോ കിലോമീറ്റർ പുറകിൽ നിന്ന് ആ അരുവി അങ്ങനെ പോയിട്ട് ഇതിൻ്റെ വേറെ ഏതോ ഒരു എൻഡിലോട്ടാണ് പോകുന്നത്. നമ്മൾ ആ ഒരു താഴ്വരയിൽ നിന്ന് ഇങ്ങനെ കയറി ഇപ്പം ഇതിൻ്റെ ഒരു ബദിയയുടെ ഒരു മെയിൻ റോഡിലെത്തി. അങ്ങനെ മെയിൻ റോഡിലെത്തി അവിടെ നിന്ന് നമ്മളങ്ങനെ ഇപ്പോൾ ഈ പോകുന്നത് നേരെ നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ ആ വഴിയാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ബസ് ഡിപ്പോയാണ്. ഒരു 10-400-500 ബസ് ഇവിടെ വന്ന് പാർക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്നാണ് ഓപ്പറേഷൻ നടക്കുന്നത്. ഓൾമോസ്റ്റ് ഈ ഏരിയയിലോട്ടുള്ള എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും. ഇപ്പം മെട്രോ തുടങ്ങി കഴിയുമ്പോഴായിരിക്കും അത് കൂടുതലും ആക്റ്റീവ് ആകുക. ഇപ്പം ഒരു 50% റണ്ണിങ് ആണ്. ആ കാണുന്നത് മെട്രോ സ്റ്റേഷനാണ്. ഇതിപ്പം ഓപ്പറേഷൻ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ മെട്രോ ആണ് റിയാദിൽ വരുന്നത്. മോറോർലെസ് ഒരു 70-80 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ മെട്രോയുടെ എല്ലാ ആക്സസും റിയാദ് സിറ്റി മുഴുവൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഇവിടുത്തെ റിയാദ് സിറ്റിയുടെ ക്രൗഡ് ഓൾമോസ്റ്റ് കുറയ്ക്കാൻ ഈ മെട്രോ ഉപകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അത് വന്നു കഴിയുമ്പോൾ അറിയാം എങ്ങനെ ഇരിക്കും എന്ന്, അതിൻ്റെ ഉപയോഗവും കാര്യങ്ങളും. ഞാനങ്ങനെ ഡ്രൈവ് ചെയ്ത് തിരിച്ചിങ്ങനെ വീട് ലക്ഷ്യമാക്കി പോവാണ്. ഏതാണ്ട് ഞാൻ വീടിൻ്റെ മുമ്പിലെത്തി. നമുക്കിനിയും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.